ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ന്യൂ യൂട്യൂബേഴ്സ് എന്ന്, അതായത് ചാനൽ മോണിറ്റൈസേഷൻ ആകാത്ത, ഇതുവരെ പേയ്മെൻ്റ് ഒന്നും ലഭിക്കാത്ത ആളുകൾക്ക് 2025 ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഓൾറെഡി ചാനൽ തുടങ്ങിയവരാണെങ്കിലും യൂട്യൂബിലെ ചാനൽ തുടങ്ങിയിട്ട് കയ്യിൽ ക്യാഷ് കിട്ടുന്നത് വരെയുള്ള പ്രോസസ്സ് ഒന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സിന് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ യൂട്യൂബിലെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരുമ്പോൾ അവർക്ക് പല സ്ഥലത്തും മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യൂട്യൂബിൽ ആ ഒരു പ്രോസസ്സ് ഏതെല്ലാം, എങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്, അതിങ്ങനെ കറക്റ്റ് ഓർഡറിലൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അതാണ്. ചാനൽ 2025 അതായത് മുമ്പത്തെ വർഷങ്ങളിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തി 2025 ഒരു ചാനൽ തുടങ്ങിയിട്ട് അത് മോണിറ്റൈസേഷനാക്കി കയ്യിൽ ക്യാഷ് കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചാനൽ മോണിറ്റൈസേഷൻ ആയ, നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല. ഇത് ന്യൂ യൂട്യൂബേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സ്, ചാനൽ തുടങ്ങിയവരും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആമുഖമായിട്ട് പറയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ചാനൽ തുടങ്ങി അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ തൊട്ട് മുമ്പേയുള്ള വീഡിയോയിൽ നമ്മൾ ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ്, നമ്മൾ ഏത് കണ്ടന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഇമെയിൽ ID വേണം. അപ്പോൾ ആ ഒരു ഇമെയിൽ ID നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെ ഫോണിൽ, ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇമെയിൽ ID നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പലരും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ്മാൻ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വേറെ സെപ്പറേറ്റ് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് റിക്കവർ ചെയ്തെടുക്കുമ്പോഴൊക്കെ ഒരുപാട് ഇമെയിൽ IDs ഉണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിലുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു പ്രൈമറി ഇമെയിൽ IDയിൽ തന്നെ നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യുണീക്ക് ആയിട്ടുള്ളൊരു നെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാന്ന് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ആവശ്യം വരരുത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ആലോചിച്ച് നമ്മളൊരു നെയിം സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ അതിനൊരു പ്രൊഫൈൽ പിക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ കവർ പിക്ചറൊക്കെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ചാനലിൻ്റെ കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് ചാനലിൻ്റെ ബേസിക് സെറ്റിങ്സുകളൊക്കെ നമ്മൾ കൊടുത്ത് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇമെയിൽ ID നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു, നമ്മൾ അതിലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ സെപ്പറേറ്റ് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തു എന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് തംബ്നെയിലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലൊരു ഫോൺ വെരിഫിക്കേഷൻ, ഫോൺ നമ്പർ വഴി ഒരു OTP വരേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ എന്താണ്, നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. പക്ഷെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആണല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് വേണം? അത് എഡിറ്റ് ചെയ്യേണ്ടി വരും. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ചില സ്ഥലങ്ങളിൽ എഫക്റ്റുകളൊക്കെ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് വോയിസ് ഒക്കെ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് എഡിറ്റിങ്ങിൽ നമ്മൾ ഓരോ ടൂളുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത ഒരാളാണെങ്കിൽ അതിൽ നമുക്ക് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ആവശ്യമുണ്ട്. അതല്ല നിങ്ങൾക്ക് വോയിസിനാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വോയിസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് എക്സ്ട്രാ ആപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആപ്പുകളുണ്ട്. അതായത് നമ്മളൊരു യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതുപോലെ ഒരു എഡിറ്റിംഗ് ആപ്പ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചാണ് അതിനനുസരിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഒരു തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിത് ഫോണിലാണ് എക്സാമ്പിൾ പറയുന്നത്. ലാപ്ടോപ്പിലാണെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ അതിലും ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ
ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഷോട്ട് VN കൈൻ മാസ്റ്ററൊക്കെ എടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ നമ്മളെ കണ്ടന്റ് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ക്ലാരിറ്റി, വോയിസ്, നമ്മൾ മൈക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. അങ്ങനെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മളത് എക്സ്പോർട്ടൊക്കെ ചെയ്ത് തംബ്നെയിലൊക്കെ ആഡ് ചെയ്തു. ഇനി നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണം. നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബ് വഴി നമുക്ക് അപ്ലോഡ് ചെയ്യാം, ക്രോം വഴിയൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂട്യൂബ് ആപ്പ് വഴി തന്നെ അല്ലെങ്കിൽ YT സ്റ്റുഡിയോ ആപ്പ് വഴി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ, ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ എന്ത് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മളത് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുക. അൺലിസ്റ്റഡോ പ്രൈവറ്റോ ആയിട്ട് അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അതുപോലെ അപ്ലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ റെസ്ട്രിക്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ കോപ്പിറൈറ്റും ബാക്കി റൂൾ വയലേഷൻ ഒന്നും ഇല്ല എന്ന് കൺഫേം വരുത്തിയ ശേഷം ഏറ്റവും നിങ്ങളുടെ ഓഡിയൻസ് ഏത് സമയത്താണ് ആക്റ്റീവായിട്ടുണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക. കാരണം നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊന്നും ഓഡിയൻസ് ആയിട്ടില്ല എങ്കിലും അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ആ വീഡിയോ പബ്ലിക് ആക്കുക. അങ്ങനെ പബ്ലിക് ആക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ്, വ്യൂസ് ഒന്നും വരില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ വലിയ ക്രിയേറ്റേഴ്സും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവരാണ്. അവരുടെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, അതുപോലെ വ്യൂസും വരുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കിയ ശേഷം നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും, പക്ഷെ വ്യൂസ് ഒന്നും വരുന്നുണ്ടാവില്ല. നമ്മൾ തന്നെ കണ്ട വ്യൂസ് ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല, നമുക്കിങ്ങനെ ആയി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കും. ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സബ് ചെയ്യാൻ പറയും. അപ്പോൾ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, സബ് മെല്ലെ കൂടുന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ വീഡിയോയ്ക്ക് ശേഷം നെക്സ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഇതേ സംഭവം തന്നെ നമ്മൾ ടൈറ്റില്, ഡിസ്ക്രിപ്ഷനോ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതൊന്നും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കൂടും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒരു ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ തംബ്നെയിലോ ഒന്നും ഇല്ലെങ്കിലും വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ അവർ എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ കൊടുക്കുക. വ്യൂസോ ബാക്കി കാര്യങ്ങളോ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി പിറകിലേക്ക് വന്നിട്ട് നമുക്ക് ആ ഒരു വീഡിയോയിൽ എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരരുത്. അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വീഡിയോൻ്റെ മെത്തഡാറ്റ എന്ന് പറയും, അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചാനലിൻ്റെ റാങ്കിങ് കൂടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കാണുന്ന ഒരു ഓഡിയൻസ് അവിടെ ബിൽഡ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടില്ല, അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു വീടിൻ്റെ ഫൗണ്ടേഷൻ പോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ കാണാൻ ആളില്ല, നമ്മളെ കേൾക്കാൻ ആളില്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, അപ്പോൾ നമ്മൾ അത്ര വലിയ ആത്മാർത്ഥത കാണിക്കാതെ മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നിങ്ങളുടെ ഫൗണ്ടേഷൻ ഇതാണ്, നിങ്ങളുടെ ചാനലിൻ്റെ റാങ്കിങ് ഉയരുന്ന സമയം ഇതാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സിന് പറ്റുന്ന മിസ്റ്റേക്ക് ഈ ഒരു സമയത്താണ്. അതാണ് ഞാനിത് 2025 ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കണമെന്ന് വീണ്ടും പറയുന്നത്. പല യൂട്യൂബ് ചാനലും ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ സ്റ്റാർട്ടിങ്ങിൽ അവർ യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇൻപുട്ടുകൾ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത് നമ്മുടെ വീഡിയോ എന്താണോ എന്നുള്ളത് യൂട്യൂബിനെ മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. വീഡിയോസ് ഇങ്ങനെ കയറി വരുന്നതിനനുസരിച്ച് റാങ്കിങ് കൂടുന്നു. അപ്പോൾ നമുക്കറിയാം, നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതുപോലെ ലൈവ് ചെയ്യാം. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 3 മിനിറ്റ്സ് വീഡിയോസ് നമുക്ക് ഷോർട്സ് ആയിട്ട് പരിഗണിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അറിയാം, യൂട്യൂബേഴ്സിന് വേണ്ടി പറയാണ്, നമ്മൾ സാധാ ഷോർട്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എടുക്കാം, ഇങ്ങനെ പിടിച്ചെടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ അത് ലോങ് വീഡിയോ ആയിട്ട് പരിഗണിക്കും. ഇങ്ങനെ നമ്മൾ പിടിച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രീതിയിൽ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 മിനിറ്റിന് താഴെയാണ് നിങ്ങളുടെ ലെങ്ത് എങ്കിൽ അത് ലോങ് വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് പരിഗണിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ 3 മിനിറ്റിന് മുകളിലാണ് ലെങ്ത് എങ്കിൽ അത് ലോങ് വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈവ് വീഡിയോ ഉണ്ട്, ലോങ് വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷോർട്സ് ചെയ്യുന്നുണ്ടായിരിക്കും, ലോങ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഷോർട്സിന് എപ്പോഴും യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നൊരു ബൂസ്റ്റിംഗ് നമുക്ക് ആദ്യം കിട്ടും, വ്യൂസ് വരുന്ന പോലെ തോന്നും. പക്ഷേ ലോങ് വീഡിയോക്ക് അത് സംഭവിക്കണം എന്നില്ല. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ കൂടുതൽ കാരണങ്ങളിലേക്ക് പറഞ്ഞ് ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഷോർട്സിന് ഇങ്ങനെ വ്യൂസ് കൂടുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ചാനലിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് എന്തിനാണ്? ചാനൽ മോണിറ്റൈസേഷനായി ഒരു വരുമാനം നേടണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആകണം എന്നുണ്ടെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ യൂട്യൂബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടൂളുകൾ, അതായത് ഒരുപാട് ഓപ്ഷൻസിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും, പണം സമ്പാദിക്കാൻ കഴിയും. അതിന് മെമ്പർഷിപ്പ്, സൂപ്പേഴ്സ്, അതുപോലെ വാച്ച് പേജ് ആഡ്സ്, ഷോർട്സ് ഫീഡ് ആഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് റവന്യൂ നേടാൻ കഴിയും. അതിനെയാണ് നമ്മൾ മോണിറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആകണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അതായത് അതിൽ മെമ്പർഷിപ്പും സൂപ്പർ ചാറ്റ് എന്നുള്ള 2 ടൂളുകൾ, അതായത് മെമ്പർഷിപ്പ്, നമ്മുടെ ചാനലിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുന്നു, മാസം ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ ചാനൽ നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് ഒക്കെ അയക്കുമ്പോൾ നമുക്ക് അതിലൂടെ റവന്യൂ കിട്ടും. അതല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് നമ്മുടെ ഓഡിയൻസിൽ തരണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ 2 ഓപ്ഷൻ, മെമ്പർഷിപ്പും സൂപ്പർ ചാറ്റും, നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 3000 വാച്ച് ടൈമും ആയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കും 500 സബ്സ്ക്രൈബറും 3000 വാച്ച് ടൈമും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി വരും, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സും ആയി. അതുപോലെ നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വാച്ച് ടൈം കിട്ടും, ഷോർട്സിൽ നിന്നും കിട്ടും. നമ്മളിങ്ങനെ അനലിറ്റിക്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വാച്ച് ടൈം 2 കൂടി കൂട്ടിയിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ഏൺ എന്നുള്ള ഭാഗം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ ഏൺ എന്നുള്ള ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം, മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയകൾ ഇങ്ങനെ ഗ്രാഫ് രൂപത്തിൽ കാണാം. അപ്പോൾ അവിടെ നമുക്ക് 500 സബ്സ്ക്രൈബറും 3000 വാച്ച് ടൈം, അതല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ് എന്ന് കാണാം. അപ്പോൾ ഇത് രണ്ട് ഗ്രാഫായിട്ട് ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2ൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 500 സബ് എന്തായാലും വേണം. പിന്നെ നമുക്ക് 3000 വാച്ച് ടൈം ലാസ്റ്റ് 365 ഡേയ്സിൽ, അതായത് പിറകിലേക്ക് 365 ദിവസത്തിൽ 3000 വാച്ച് ടൈം വേണം. അപ്പോൾ ഇത് ലോങ് വീഡിയോയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഷോർട്സ് ഷെൽഫിലൂടെ കിട്ടുന്ന വ്യൂസിൻ്റെ വാച്ച് ടൈം ഏതിലേക്ക് എടുക്കുന്നില്ല? ഈ 3000 വാച്ച് ടൈമിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ അനലിറ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് 4000 വാച്ച് ടൈം, 6000, 10000 ഒക്കെ കാണും. പക്ഷേ ആക്ച്വലി അതല്ല നമ്മുടെ വാച്ച് ടൈം. ലോങ് വീഡിയോയിൽ നിന്ന് കിട്ടിയത് മാത്രമേ അവിടെ എടുക്കുള്ളൂ. അപ്പോൾ ഷോർട്സിൻ്റെത് എവിടെ എടുക്കും? തൊട്ട് താഴെ 3 മില്യൺ ഷോർട്സ് വ്യൂസ് എന്ന് കാണാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 3000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ് ലാസ്റ്റ് 90 ദിവസത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഹാഫ് മോണിറ്റൈസേഷൻ, അതായത് മെമ്പർഷിപ്പിലൂടെയും സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൂടെയും നമുക്ക് റവന്യൂ നേടാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയാം, ചാനൽ മോണിറ്റൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന സംഭവം എന്താണ്? പരസ്യത്തിലൂടെ വരുമാനം നേടാം എന്നുള്ളതല്ല. ഒരു സാധാരണ ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂട്യൂബ് ചാനലിൽ റവന്യൂ വരുന്നത് പരസ്യത്തിലൂടെ തന്നെയാണ്. പിന്നെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്, എന്നാൽ ഞാൻ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ പരസ്യത്തിലൂടെയാണ് കൂടുതൽ വരുമാനം വരുന്നത്. അങ്ങനെയെങ്കിൽ അത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ 4000 വാച്ച് ടൈം ആകണം. നേരത്തെ നമുക്ക് 500 സബും 3000 വാച്ച് ടൈം ഉണ്ടായപ്പോൾ ജസ്റ്റ് മെമ്പർഷിപ്പും സൂപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷനേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഓപ്ഷൻ കിട്ടണമെങ്കിൽ 1000 സബും 4000 വാച്ച് ടൈം ആകണം. അതല്ല, 4000 വാച്ച് ടൈം അല്ല എന്നുണ്ടെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്, ഇതിലേതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരും. അങ്ങനെ എപ്പോഴാണോ ആ ഗ്രാഫ് ഫുള്ളാവുന്നത്, അതായത്
ഈ ഒരു 3000 അതല്ലെങ്കിൽ 4000 വാച്ച് ടൈം, 3 മില്യൺ, 10 മില്യൺ അതങ്ങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ എന്താ പറയുക, നമ്മുടെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു ഓപ്ഷൻ അവിടെ എനേബിൾ ആകും, അപ്ലൈ നൗ എന്നുള്ളത്. അതായത് മോണിറ്റൈസേഷന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ റെഗുലറായിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് അച്ചീവ് ചെയ്യാൻ കഴിയും. ഇത് നേടാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ ഈ ഒരു സമയത്ത് നിങ്ങൾ പലരുടെ ഭാഗത്തുനിന്നും കേൾക്കും, പലരെയും വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിലൂടെ അവർ പറയുന്നുണ്ടായിരിക്കും, ഞങ്ങളിത് ക്യാഷ് തരൂ, ഞങ്ങളിത് ചെയ്തു തരാം എന്നുള്ളത് ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് എന്താ പറയുക, പാരലായിട്ട് വേറൊരു ടൂള് അല്ലെങ്കിൽ വേറൊരു മാർഗം ഉപയോഗിച്ചിട്ട് ഒരിക്കലും ആ ഒരു ക്രൈറ്റീരിയ ഫില്ല് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന് അത് മനസ്സിലാകും, നിങ്ങളുടെ ചാനൽ ഡൗൺ ആകുന്നതാണ്. വലിയ വിഷയമാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും എന്നുള്ളത് കൊണ്ട്, കാരണം നിങ്ങൾ പല സ്ഥലത്തുനിന്ന് അത് കേൾക്കും എന്നുള്ളത് കൊണ്ടും, ഈ 2025 നിങ്ങളത് ഒരിക്കലും ചെയ്യരുത് എന്നുള്ളത് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ നൗ എന്നുള്ളത് കണ്ടു. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസൊക്കെ വന്ന് നമ്മളത് അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേംസ് എന്നുള്ളത് യൂട്യൂബിലെ എന്താ പറയുക, അവരുടെ പോളിസികളൊക്കെയാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. രണ്ടാമത്, നമുക്ക് ഒരു ചാനലിൽ മോണിറ്റൈസേഷൻ പരസ്യം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസ് വേണം. അപ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസുമായിട്ട് നമ്മുടെ ചാനൽ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു ആഡ്സെൻസ് അക്കൗണ്ടേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ആഡ്സെൻസ് അക്കൗണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ പുതിയതായിട്ട് അതേ പേരിൽ ക്രിയേറ്റ് ചെയ്യരുത്. എന്തായാലും നിങ്ങളൊരു പുതിയ യൂട്യൂബറാണ്, ആദ്യമായിട്ടൊരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ പരസ്യമൊക്കെ കാണിക്കുന്നത് ആഡ്സെൻസ് അക്കൗണ്ടാണ്. അങ്ങനെ പരസ്യങ്ങൾ ഇങ്ങനെ കാണിച്ച് അല്ലെങ്കിൽ ബാക്കി ടൂളുകളൊക്കെ നമുക്ക് എനേബിൾ ആകുന്നു. അങ്ങനെ നമ്മൾ മോണിറ്റൈസേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്യുന്നു, അത് ഡൺ ആകുന്നു. അങ്ങനെ തേർഡ് സ്റ്റെപ്പ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിച്ച കണ്ടന്റുകൾ, നമ്മൾ ഉപയോഗിച്ച രീതികളൊക്കെ യൂട്യൂബിൽ അനുവദനീയമാണോ, യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ചിട്ടുള്ളതാണോ എന്നുള്ളത് യൂട്യൂബ് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തിട്ടാണ് യൂട്യൂബ് അത് നമുക്ക് അപ്രൂവ് ചെയ്തു തരിക. അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് പോളിസികളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. നമ്മുടെ ചാനൽ അവിടെ യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ചിട്ടുള്ളതാണെങ്കിൽ യൂട്യൂബ് അത് അപ്രൂവ് ചെയ്തു തരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മോണിറ്റൈസേഷൻ സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നു. എല്ലാ വീഡിയോക്കും ആഡ്സ് ഒക്കെ ഓൺ ആക്കുന്നു. 24 hours ഉള്ളിൽ നമ്മുടെ ചാനലിൽ പരസ്യം വന്നു തുടങ്ങുന്നു, ഏർണിങ്സ് കിട്ടി തുടങ്ങുന്നു. ഇതൊരു ഭാഗത്ത്. ഇനി അതല്ല, ഈ തേർഡ് സ്റ്റെപ്പിൽ നമുക്കൊരു എറർ വരികയാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എറർ വരാം, ടെക്നിക്കൽ ഇഷ്യൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് സോൾവ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. തേർഡ് സ്റ്റെപ്പിൽ ഇൻകേസ് നിങ്ങൾക്ക് റീയൂസഡ് വന്നു, നിങ്ങൾ ചെയ്തിട്ട് അങ്ങനെ റീയൂസഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, ആ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ റീയൂസർ ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ കുറച്ച് ഒരു 1-2 വീഡിയോ ഒക്കെ റീയൂസർ ആണെങ്കിൽ നമുക്കത് അപ്പീൽ കൊടുത്തിട്ട് ശരിയാക്കി എടുക്കാം. അപ്പോൾ അപ്പീൽ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 20 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീൽ കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് നമുക്ക് കണക്കാക്കാം. അങ്ങനെ ഡോളർ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് ആഡ്സെൻസിൽ 4 സ്റ്റെപ്പുകൾ പ്രധാനമായിട്ടും ചെയ്യാനുണ്ട്. ആദ്യം നമ്മളോട് ID വെരിഫിക്കേഷൻ ചെയ്യാൻ പറയും. ID വെരിഫിക്കേഷന് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പ്രോസസ്സാണ്. അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു അഡ്രസ്സിലേക്ക് നമുക്കൊരു പിൻ ലെറ്റർ അയച്ചു തരും. അത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് US ടാക്സ് എന്നുള്ളത്. US ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് അപ്രൂവ് ആയി കിട്ടണം. അപ്പോൾ ഈ ഒരു 4 സ്റ്റെപ്പ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ID വെരിഫിക്കേഷന് നിങ്ങൾ സക്സസ് ആക്കി കഴിഞ്ഞാൽ പിൻ ലെറ്റർ കിട്ടും. പിൻ ലെറ്റർ 4 തവണ വരെ അയച്ചു തരുന്നതാണ്. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വിഫ്റ്റ് കോഡ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. US ടാക്സ് ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വലിയൊരു എമൗണ്ട് അപ്രൂവ് ആയിട്ടില്ലെങ്കിൽ യൂട്യൂബ് ലെസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഓരോ മാസത്തെ റവന്യൂ
നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു ജനുവരിയിൽ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൽ ആ മാസത്തെ റവന്യൂ പിറ്റത്തെ മാസം 10-ാം തീയതി എന്ത് ചെയ്യും, ആഡ്സെൻസിലോട്ട് യൂട്യൂബ് കൈമാറും. യൂട്യൂബ് ഡയറക്റ്റ് നമുക്ക് തരില്ല. യൂട്യൂബ് എന്ത് ചെയ്യും, ആഡ്സെൻസിന് കൊടുക്കും. ആഡ്സെൻസും നമ്മൾ തമ്മിലാണ് കരാറ്. അപ്പോൾ എന്ത് ചെയ്യും, ആഡ്സെൻസ് ആ 10-ാം തീയതി എന്നുള്ളത് അവർ ആഡ്സെൻസിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആഡ്സെൻസ് 21-ാം തീയതിയാണ് അല്ലെങ്കിൽ 22-ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. മിനിമം $100 ഉണ്ടെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ മാസം നമുക്കൊരു $50 കിട്ടിയുള്ളൂ. അങ്ങനെയെങ്കിൽ യൂട്യൂബ് അതിങ്ങനെ എടുത്തു വെക്കും. ആഡ്സെൻസ് അത് അവിടെ എടുത്തു വെക്കും. പിറ്റത്തെ മാസം നമുക്ക് $50 ഉണ്ടെങ്കിൽ രണ്ടും കൂടി $100 ആയി. അപ്പോൾ ആ മാസം എന്ത് ചെയ്യും, ഒരുമിച്ച് 22-ാം തീയതി 21-ാം തീയതി ആയിട്ട് യൂട്യൂബ് നമുക്ക് അയച്ചു തരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നാഷണലൈസ്ഡ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ 5 ബിസിനസ് വർക്കിംഗ് ഡേയ്സിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ഗ്രാമീണ ബാങ്ക് പോലത്തെ ബാങ്കൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം അധികം സമയം എടുക്കാറുണ്ട്. എന്തായാലും $100 ആയി കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയാം, നമ്മുടെ അക്കൗണ്ടിലേക്ക് യൂട്യൂബിൻ്റെ ആ ഒരു പേയ്മെന്റ് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ആഡ്സെൻസിൽ പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. US ടാക്സ് എക്സ്പയർ ആകുന്ന സമയത്ത് അവർ നോട്ടിഫിക്കേഷനായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മൾ റീസബ്മിറ്റ് ചെയ്താൽ മതി. ഇതൊക്കെ ബാക്കിയൊക്കെ ഒരു വൺ ടൈം പ്രോസസ്സാണെന്ന് പറയാം. അതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് റൂൾ വയലേഷൻ വന്നാലും യൂട്യൂബ് നോട്ടിഫിക്കേഷനായിട്ട് ഇമെയിലായിട്ട് അയക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉണ്ട്, അതുപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, ക്ലെയിം, കണ്ടന്റ് ID ക്ലെയിമുകൾ, അങ്ങനെ യൂട്യൂബിൽ നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വീഡിയോയിൽ പറഞ്ഞാലൊന്നും തീരുന്നതല്ല. അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാലും 2025 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചതാണ്. ന്യൂ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം എന്തായാലും ഇതാണൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് അവസാനം വരെയുള്ള അല്ലെങ്കിൽ കയ്യിൽ ക്യാഷ് കിട്ടുന്നത് വരെയുള്ള കാര്യം എന്നുള്ളത്. ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കയറി നോക്കാം. അതിനുള്ള റെമഡീസൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല നമ്മുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ശരിയായ രീതിയിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. യൂട്യൂബ് എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് ആർക്കും തുടങ്ങാവുന്ന, എല്ലാവർക്കും വീഡിയോസ് ചെയ്ത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉള്ള ഒരു മേഖലയാണെന്ന് പറയാം യൂട്യൂബ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരുടെ കയ്യിൽ ഒരു ചെറിയൊരു ഫോണും അതുപോലെ ഒരു നെറ്റും നമുക്കൊരു സിമ്മും ഉണ്ടെങ്കിൽ ആർക്കും ഒരു ചാനൽ തുടങ്ങാം. നിങ്ങളൊക്കെ കാണുന്നല്ലോ, മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതല്ലേ, നിങ്ങൾക്കും പറ്റും എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.